ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ളവന്മാരെല്ലാം നിരൂപകന്മാരായി മാറിയിട്ടുണ്ട്. അതൊരു ആഴത്തിലുള്ള റിവ്യൂ ഒന്നുമില്ല. അയാളുടെ ഇഷ്ടങ്ങളെ അയാൾ മറ്റുള്ളവരേക്ക് അടിച്ചേൽപ്പിക്കുന്നൊരു പ്രവണതയുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയല്ല, ഒരു സിനിമ കണ്ടു നമ്മൾ അടുത്ത ആൾക്കാരോടൊക്കെ പറയാം അത് കൊള്ളത്തില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, എന്തായാലും നല്ലതായാലും ചീത്തയായാലും നമ്മളിങ്ങനെ നമ്മുടെ സർക്കിളിൽ മാത്രം ആണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതല്ല, ഇത് സിനിമ എടുക്കുന്നവരെ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഇവരത് കുഴപ്പക്കാരാണെന്നൊന്നും വരുത്തി തീരാൻ അറ്റാക്ക് ചെയ്യുകയാണ്. അത് ശരിയല്ലല്ലോ. അവരൊരു ക്രിയേറ്റിവിറ്റി ആണല്ലോ അവരൊരു ക്രിയേറ്റിംഗ് സംതിങ്, ഒരു കലാസൃഷ്ടിയെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നല്ലതോ ചീത്ത ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇത് വ്യക്തിപരമായിട്ടൊക്കെ അയാളെ ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു പ്രവണതയല്ലല്ലോ. ഇപ്പം തിയേറ്ററിലേക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞു ചില സിനിമകളൊക്കെ ഇപ്പോൾ ഓടിയല്ലോ എന്നുള്ളത്. അത് ശരിയായിട്ടുള്ളൊരു നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സിനിമ അല്ലെങ്കിലും ഇവരുടെ റിവ്യൂ ഉണ്ടായാലില്ലെങ്കിൽ ആ സിനിമ ഓടും. പക്ഷേ ഓടാമായിരുന്ന കുറച്ചും കൂടെയൊക്കെ കളക്ട് ചെയ്യാൻ വലിയ ഹിറ്റാകുക എന്നുള്ളതല്ല, തിയേറ്ററിലേക്ക് ടോട്ടലി ആൾക്കാർ വരുന്ന ആ ട്രെൻഡിനെ ഇല്ലാതാക്കി കളയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡേ ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച തിയേറ്ററുകൾ കാലിയായി തുടങ്ങുന്നു. അതിൻ്റെ പുറകെയുള്ള എഫേർട്ടിനെ പറ്റി ആരും ഇവർ ചിന്തിക്കുന്നില്ല. അയാൾക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്, അയാളുടെ യൂട്യൂബിനകത്ത് അയാൾക്ക് ലൈക്സും വ്യൂവേഴ്സും കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിനേക്കാളും കോടിക്കണക്കിന് രൂപ മുടക്കിയ ഒരാളുടെ ഒരു ദീർഘകാലത്തെ എഫേർട്ടിനെയാണ് ഇയാളൊരു 2 മണിക്കൂർ ഇത് കണ്ടിട്ട് തകർത്ത് കളയുന്നത്. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം മറ്റ് ബിയോണ്ട് എല്ലാവരുടെയും കണ്ടു. കോടതി പോലും 48 മണിക്കൂറിന് ശേഷം റിവ്യൂ ചെയ്യാൻ എന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കും അല്ലേ. പിന്നെ ഈ വന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ ഈ സാധനമായിട്ട് നിൽക്കുന്നവന് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഒരേ ചോദ്യങ്ങൾ തന്നെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊരു ട്രെൻഡാണോ, ഒരാൾ തന്നെ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊരു ട്രെൻഡാണോ, മഞ്ഞൾമേൽ ബോയ്സ് ഞാൻ കണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ടിപ്പോൾ നമ്മൾ പ്രിവ്യൂ ഷോസുകളൊക്കെ പോകാൻ പേടിയല്ല, മടിയാണ്. കാരണം ഈ മണ്ടൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തല കൊടുക്കണ്ടേ. അവൻ ഒറ്റ കാര്യം ചോദിക്കണം, ഇത് ട്രെൻഡാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഒരുത്തൻ. പിന്നെ തോളയിൽ കൈയിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി ആൾക്കാർ. ഒരു റെസ്പെക്റ്റ് ഇല്ല, ഒരു പോട്ടെ, അവൻ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ ഒരു മര്യാദ ഉണ്ട്, സാമാന്യ മര്യാദ. അങ്ങനത്തെ ഒരു വലിയ കുഴപ്പം എനിക്കിപ്പോൾ ഇത്തരം ഈ ആൾക്കൂട്ടത്തെ ഈ ക്യാമറയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ തോന്നും. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ത്രൂ ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നു. അവിടെ ഈ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കോൺട്രവേഴ്ഷ്യലായി മാറുന്നു. അപ്പോൾ അതിനെങ്ങനെ കാണുന്നത്? ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ ഒരു കൾച്ചറിൽ. കോൺട്രവേഴ്സി കൊണ്ട് തന്നെ പടം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രവേഴ്സീസ് ഉണ്ട് പലപ്പോഴും. ഇത് നമുക്ക് തന്നെ അറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായ ഒരു പടം ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ്സൊക്കെ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി. പത്മാവതി എന്നൊക്കെ പറയുന്ന സിനിമകൾക്കൊക്കെ അത് ക്രിയേറ്റഡ് ആണെന്നും പറയുന്നുണ്ട്. എന്തായാലും ആ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ചില കമൻസോ കാര്യങ്ങളോ ഒക്കെ അതിനെ ആൾക്കാർ പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടല്ലോ ആ സിനിമ. അത് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ നാച്ചുറലായിട്ടുണ്ടാകുന്നതും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം മഞ്ഞുമൽ ബോയ്സിനെ പറ്റി വന്ന അതിനു മുമ്പ് തന്നെ പടം ഹിറ്റാണ്. പക്ഷേ അതിനെ കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുപോയത് ചിലപ്പോൾ ഇപ്പോൾ കാരണം മെയിൻ സ്ട്രീം മീഡിയാസിലൊക്കെ അത് ഇപ്പം നമ്മുടെ ലീഡിങ് ന്യൂസ് പേപ്പറിനകത്ത് അങ്ങനെ ഒരു പബ്ലിസിറ്റി വരണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം. ഇതിപ്പോൾ ഫ്രണ്ട് പേജിലോ അല്ലെങ്കിൽ സെൻറ്റർ പേജിലോ അതിൻ്റെ ഒരു വാർത്ത വരികയല്ലേ, ഒരു 1 കോളം ഒരു ഹാഫ് പേജിൻ്റെ ലെങ്ത്തിൽ വാർത്ത വരുമ്പോഴത്തേക്ക് അതിന് വായിക്കുന്നവർക്ക് എന്നാൽ പിന്നെ ഇതെന്തെന്ന് കണ്ടുകളയാമെന്ന് ചിന്തിക്കുമല്ലോ. അതവർക്ക് ഗുണം ചെയ്തെന്നുള്ളതാണ്. പലപ്പോഴും ചില സിനിമകളെക്കുറിച്ചൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തുണ്ടാകുന്ന ചില കാഴ്ചപ്പാടുകളുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇന്ന ഭാഷ പറയാൻ പാടില്ല, ഇന്നയാളുടെ പേര് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പറയുന്നവർക്ക് തിരിച്ചടിക്കുക. കാരണം അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അപ്പോഴത്തേക്ക് കാണാൻ തയ്യാറായി വരുന്നുണ്ട്. മറ്റുള്ളവരിത് കാണണ്ട എന്ന് ധരിച്ചിട്ട് അല്ലെങ്കിൽ ഇത് നിരോധിക്കണം അല്ലെങ്കിൽ ഇത് ബാൻ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെൻറ്റുമായിട്ട് വരുന്നവരുടെ ആ ആർഗ്യുമെൻറ്റിനെ പൊളിക്കുന്ന രീതിയിൽ അതിന് പെട്ടെന്നൊരു വൈഡർ അക്സെപ്റ്റൻസോ പബ്ലിസിറ്റിയോ കിട്ടി വരുന്നുണ്ട്.